better tomorrow. Entire Chair Company. എല്ലാവർക്കും ചെയർ. ഗുഡ് മോർണിംഗ് കേരളം ഇനി അതിഥിയിലേക്ക് പോവുകയാണ്. പുതിയ കാല മലയാള ചിത്രങ്ങളിൽ കരുത്തുറ്റ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മികച്ച ഭാവാഭിനയം കാഴ്ചവെച്ച ശ്രിൻഡ അഷാബ് എന്ന പ്രതിഭയാണ്, നടിയാണ് ഇന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥിയായി നമുക്കൊപ്പം ചേരുന്നത്. ശ്രിൻഡ, സ്വാഗതം ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ശ്രിൻഡ 50 ചിത്രങ്ങളിലൊന്നും അഭിനയിച്ചിട്ടില്ല, അഭിനയിച്ച ചിത്രങ്ങളിൽ നായികയുമല്ല. പക്ഷെ ഇതിനകം തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട് ശ്രിൻഡയ്ക്ക്. അത് എനിക്ക് തോന്നുന്നത് കിട്ടിയ കഥാപാത്രങ്ങളെ വളരെ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചു, മഹത്തരമാക്കി എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആദ്യ ചിത്രം മുതൽക്ക് 1983 വരെ എത്തി നിൽക്കുമ്പോൾ ഇതിനകം ലഭിച്ച കഥാപാത്രങ്ങളെ എങ്ങനെയാണ് സ്വയം വിലയിരുത്തുന്നത്? എനിക്കിതിനകം ലഭിച്ച കഥാപാത്രങ്ങളെല്ലാം തന്നെ എൻ്റെ ഭാഗ്യമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എല്ലാവരും സിനിമയിൽ വരാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടാവും, സിനിമയിൽ വന്നിട്ട് അതേപോലെ ഉദ്ദേശിച്ച രീതിയിൽ എത്താൻ പറ്റാത്തവരുണ്ടാവും. അപ്പം കുറേയൊക്കെ ഒരു ലക്ക് ഫാക്ടർ ഉണ്ടാവും നമുക്ക്. അപ്പോൾ എനിക്ക് ലഭിച്ച ഞാൻ ചെയ്ത സിനിമകളുടെ ടീം എല്ലാം തന്നെ നല്ല ടീമുകളായിരുന്നു. അതായത് ഇപ്പം ആഷിക് കപൂറിൻ്റെ സിനിമയാണ്, അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ്റെ സിനിമയാണ്, അങ്ങനെ രാജീവ് രവിയുടെ സിനിമയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുള്ള ഒരു ടീമുണ്ടല്ലോ സിനിമ, ശ്യാം പ്രസാദ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അത് എനിക്ക് കുറച്ചും കൂടി സേഫ് സൈഡാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ വരുമ്പോൾ. ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അധികം സിനിമകൾ ചെയ്ത് പരിചയം ഇല്ല എന്നുള്ള നിലയിലാണെങ്കിലും ഞാൻ സേഫ് സൈഡാണ് കുറച്ചും കൂടി. അപ്പം എനിക്ക് ക്യാരക്ടേഴ്സിന് എൻ്റെ ഡയറക്ടേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ക്യാരക്ടേഴ്സ് എങ്ങനെ ചെയ്യണം എന്ന് അവർക്കൊരു ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഡയറക്ടേഴ്സാണ്. അപ്പം എനിക്ക് അതൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും എന്തോ. തീർച്ചയായിട്ടും അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. പക്ഷെ 1983 സച്ചിൻ ടെണ്ടുൽക്കറെ അറിയാത്ത ഒരു വീട്ടമ്മ, തനിനാടൻ വീട്ടമ്മ, അതെല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. നായകനും നായികയും ഒക്കെ മറ്റു ആളുകളാണെങ്കിലും ചിത്രത്തിൽ തിളങ്ങിയത് ശ്രിൻഡയാണ്. എന്ത് പറഞ്ഞു ആരാധകരൊക്കെ പടം കണ്ടിട്ട്? ആരാധകരൊക്കെ ഉണ്ടോ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരാളും മോശമായില്ല എന്ന് പറഞ്ഞില്ല, എല്ലാവരും നന്നായി എന്ന് പറഞ്ഞു. നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതേപോലെ തന്നെ കുറച്ചൊക്കെ പേടിയുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഉത്തരവാദിത്വ ബോധം കൂടേണ്ട സമയമായെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും നന്നായെന്ന് പറഞ്ഞു. സിനിമയിലെ വലിയ വലിയ ഡയറക്ടേഴ്സും അതേപോലെ വലിയ വലിയ ആൾക്കാരൊക്കെ എന്നെ വിളിച്ചിട്ട് നന്നായി ഇത് ചെയ്ത് നന്നായി ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറിനും പിന്നെ അതേപോലെ തന്നെ എനിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുള്ള പ്രമീളയ്ക്കുമാണ്. എനിക്കൊന്ന് ഡബിങ് അതിൻ്റെ ഒരു വലിയ ഘടകം തന്നെയാണ്, പ്രത്യേകിച്ചും. അപ്പോൾ അതിനുവേണ്ടി ഡബ് ചെയ്ത് പ്രമീളയ്ക്കും പിന്നെ അതേപോലെ എനിക്ക് എല്ലാ എക്സ്പ്രഷൻസും കാണിച്ചു തന്നിട്ടുള്ള ഡയറക്ടറിനും എൻ്റെ കോ ആക്ടേഴ്സിനും അതേപോലെ എന്താണ് ഹോൾ ടീം 1983 ഹോൾ ടീമിൻ്റെ ഒരു ശ്രിൻഡ പറഞ്ഞത് ഉത്തരവാദിത്ത ബോധം വരേണ്ട സമയമായിരിക്കുന്നു എന്നാണ്. പക്ഷെ അതുണ്ട് എന്നാണ് ശ്രിൻഡയുടെ പെർഫോമൻസ് കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്നത്. വളരെ സെലക്റ്റീവാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് ശ്രിൻഡയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയുണ്ടോ? സെലക്റ്റീവാണോ? ഞാൻ ഭയങ്കര ചൂസി അങ്ങനെയല്ല. ശരിക്കും എനിക്ക് ചെയ്യണം എന്ന് തോന്നുന്ന സിനിമകളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ സിനിമകൾ ഒരുപാട് ചെയ്യണം, വിളിക്കുന്നതൊക്കെ ചെയ്യണം അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമുക്കുള്ളിലൊരു തോന്നലുണ്ടല്ലോ, സിനിമ ചെയ്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഈ സിനിമ ചെയ്താൽ നമ്മൾ ഹാപ്പി ആയിരിക്കും സിനിമ കൊണ്ട് എന്നുള്ള അങ്ങനെ തോന്നുന്ന സിനിമകളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതുവരെയും ഞാൻ അങ്ങനത്തെ സിനിമകളെ ചെയ്തിട്ടുള്ളൂ. എനിക്കൊരു സന്തോഷം കിട്ടുന്ന സിനിമകളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ഉത്തരവാദിത്വ ബോധം ഉള്ള അതെനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും കൊച്ചി നഗരത്തിൽ വളരുന്ന കാഴ്ചയിലൊരു പെൺകുട്ടിയാണെങ്കിലും കൊച്ചിയിൽ, മെട്രോ നഗരമായ കൊച്ചിയിൽ ജീവിക്കുന്ന ഒരു വീട്ടമ്മയാണ്, ഒരു കുട്ടിയുടെ അമ്മയാണ്. പക്ഷേ ഒരു വിവരവുമില്ലാത്ത, ഒരു ലോക വിവരവുമില്ലാത്ത ഒരു തനിനാടൻ വീട്ടമ്മയായിട്ടാണ് 1983 ശ്രിൻഡ കടന്നു വരുന്നത്. എങ്ങനെ സാധ്യമാകുന്നു ഈ ഒരു വേഷപ്പകർച്ച അല്ലെങ്കിൽ രൂപമാറ്റം? അത് എനിക്ക് തോന്നുന്നു ഒരു ഒബ്സർവേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് നമ്മളെ. ഇപ്പം ഞാൻ എന്ന് വെച്ചാൽ കൊച്ചിയിൽ തന്നെ ഉൾപ്രദേശങ്ങളിൽ ഇതൊന്നും അറിയാതെ, കൊച്ചിക്കാരിയാണെങ്കിൽ പോലും ഇതൊന്നും അറിയാത്ത ആൾക്കാരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും എത്ര വലിയ കൊച്ചിയിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെട്രോ സിറ്റീസിൽ താമസിച്ചാൽ പോലും പലരും വീട്ടിൽ ഒതുങ്ങിക്കൂടി ഇതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് ഇല്ലാതെ അവരുടെ ഒരു ലോകം, കൊച്ച്, ഭർത്താവ്, അങ്ങനെയുള്ള ആൾക്കാർ
ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മളിടയ്ക്ക് നമ്മൾ ഒന്നില്ലെങ്കിൽ ചിരിക്കുമ്പോഴും അവർ കളിയാക്കി ചിരിക്കുമ്പോഴോ അല്ലെങ്കിലൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയൊരു ഘടകം നമ്മളിലോട്ട് ഇങ്ങനെയാണ് അവർ എന്നുള്ളത്. അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ക്യാരക്ടറിന്. എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു ട്രെയിലർ കണ്ടതിന് ശേഷം പെട്ടെന്ന് തിരിച്ചെത്താം. 1983 ക്രിക്കറ്റ് കണ്ടുപിടിച്ച ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ ചെന്ന് നമ്മുടെ അണ്ണന്മാര് കപ്പടിച്ച് ലോകത്തെ ഞെട്ടിച്ച വർഷം. അതിൽ പിന്നെ ക്രിക്കറ്റ് നമുക്കൊരു ഉത്സവമായി. ബാറ്റ്സ്മാൻ ആണോ ബോളർ ആണോ? ബാറ്റ്സ്മാൻ. ബാറ്റ്സ്മാൻ ആണോ? നീ ആരാ? ഇനി കാലിലേക്ക് അടിച്ച് ഔട്ട് വെക്കും കേട്ടോ. രമേശിന് ക്രിക്കറ്റ് വലിയ ഇഷ്ടല്ലേ? 5ാം ക്ലാസ് ബി ഡിവിഷനിൽ പഠിച്ചിരുന്ന മഞ്ജുള ശശിധരൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും ഒരു മഴവില്ലിൻ്റെ തുണ്ടൊടിഞ്ഞു വീഴുന്നത് പോലെയായിരുന്നു. മര്യാദയ്ക്ക് 4 ലക്ഷം പഠിച്ച് രക്ഷപ്പെടേണ്ട പിള്ളേരെ നശിപ്പിക്കാനായിട്ട് എല്ലാ നാട്ടിലുണ്ടാവും കുറെ വേലയും കൂരില്ല തലവരാതികൾ. 70-ാം വയസ്സിൽ സച്ചിൻ കളിക്കാൻ പോകുന്ന ഒരു സ്ട്രൈറ്റ് ഡ്രൈവ് നീ നിന്റെ ആയ കാലത്ത് കളിച്ചിട്ടുണ്ടാവോ? ജോസഫൻ ടൗണിൽ നിന്ന് സൂപ്പർ കളിക്കാരെ ഇറക്കിയിട്ടുണ്ടെന്നാ കേട്ടെ. കളിയാടാ. ചിത്രത്തിൽ ശ്രിൻഡയുടെ ക്യാരക്ടർ സുശീല രമേശൻ. സുശീലയെ നമ്മൾ ആദ്യം സ്ക്രീനിൽ കാണുമ്പോൾ ആദ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് തോന്നും ഇങ്ങനെ ഒരു വീട്ടമ്മയുണ്ടോ, ഇങ്ങനെ ഒരു ഭാര്യയുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ പിന്നീടുള്ള ഘട്ടങ്ങളിൽ വളരെ വൈകാരികമായ ഒരു തലത്തിലേക്ക് ആ ക്യാരക്ടർ ഉയരുന്നുണ്ട്. ക്രിക്കറ്റ് ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി മോതിരമോ വളയോ മറ്റോ ഊരിക്കൊടുക്കുന്ന ആ ഒരു വീട്ടമ്മയെ കാണുമ്പോൾ അറിയാതെ കണ്ണ് നനഞ്ഞു പോകും. ആ കഥാപാത്രം നമ്മുടെ ഉള്ളിൽ അങ്ങനെയാണ് ഇടം പിടിക്കുന്നത്. ഏത് രീതിയിൽ ഈ ക്യാരക്ടറിനെ പെർഫോം ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങളാണ് എബ്രിഡ് ഷൈൻ്റെ ഭാഗത്തു നിന്നും ഡയറക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്? ഷൈൻ ചേട്ടന് ഈ ക്യാരക്ടർ സട്ടിലായിരിക്കണം, അതൊരിക്കലും ഓവർ ആവരുത് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടറിൽ ഒരു ചെറിയൊരു ഇത് മതി. ആ ക്യാരക്ടർ ഓവറാണ് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇതെന്ത് കാണിക്കുന്നതെന്ന് ചോദിക്കാൻ ആ ക്യാരക്ടർ ഭയങ്കര അതെന്ന് വെച്ചാൽ ആ ക്യാരക്ടറിൻ്റെ ഒരു സംഭാഷണ രീതിയും എക്സ്പ്രഷൻസും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ അതൊരിക്കലും ഓവർ ആവരുത്, ഭയങ്കര സട്ടിലായിട്ട് ചെയ്താൽ മതിയാവും. എല്ലാ കാര്യങ്ങളും ഷൈൻ ചേട്ടൻ പോയിന്റ് ചെയ്ത് പറഞ്ഞു തരും, ഇത് ഇങ്ങനെ മതി അല്ലെങ്കിൽ ഇതിങ്ങനെ അല്ലെങ്കിൽ വീണ്ടും എടുക്കും. അത് കറക്റ്റ് ആവാൻ തക്ക രീതി വരെയും ഷൈൻ ചേട്ടൻ അത് വീണ്ടും എടുക്കാൻ. അപ്പം എനിക്കൊന്നു എല്ലാ കാര്യങ്ങളും ഷൈൻ ചേട്ടൻ പറഞ്ഞു തന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. എനിക്കൊന്ന് ഈ സിനിമയിൽ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം ചെയ്തിട്ടുണ്ടാവും. 22 FKയിലെ ഒരു മോഡേൺ പെൺകുട്ടി പിന്നീട് അന്നയും റസൂലും എന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയുടെ ഉള്ളകങ്ങളിൽ എവിടെയോ ജീവിക്കുന്ന ഒരു വായാടി പെണ്ണ് പിന്നീട് ഇതിലേക്ക് വരുമ്പോൾ മറ്റൊരു രൂപമാറ്റം സംഭവിക്കുന്നു. ഈ കഥാപാത്രങ്ങളിലെ ഒരു വൈവിധ്യം എങ്ങനെയാണ് ശ്രിൻഡ അഷാപ്പ് എന്ന നടിയെ രൂപപ്പെടുത്തുന്നത്? എനിക്ക് തോന്നുന്നു ഇതിലെല്ലാ ഇപ്പം നമ്മൾ ഈ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അതിലെല്ലാത്തിലും ചെറിയൊരു അംശം നമ്മൾക്ക് ഉണ്ട്. അതിൽ ഏത് കുറച്ച് കാണിക്കണം ഏത് കൂടുതൽ കാണിക്കണം എന്നുള്ളത് ഓരോ ക്യാരക്ടേഴ്സ് കിട്ടുമ്പോഴായിരിക്കും നമ്മൾ ചെയ്യേണ്ടാവുക. ഇപ്പം ജിൻസിയെ പോലെ കുറച്ച് അടിച്ചു പൊളിച്ച് അതായത് ഡ്രസ്സിങ് സെൻസിൽ അങ്ങനെ നടക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. എൻ്റെ ഒരു കോസ്റ്റ്യൂം അപ്പോൾ എൻ്റെ നടപ്പും ഒക്കെ ആ ഒരു ജിൻസി സ്റ്റൈലിൽ അപ്പോൾ എൻ്റെ നടപ്പ് തന്നെയാണ് അതിൽ. പിന്നെ എന്താണ് ഈ അന്ന റസൂൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ പോലെ ഒരു ഇതില്ലാണ്ട് ഭയങ്കര ചില കാര്യങ്ങളിൽ ഞാൻ അങ്ങനെ തുറന്ന് സംസാരിക്കുന്ന ഭയങ്കര എന്താ പറയുക ദേഷ്യം വരുമ്പോഴും തന്നെ ഭയങ്കര ഇമോഷണലായിട്ട് പലപ്പോഴും പല കാര്യങ്ങളും തുറന്ന് പറയുന്ന അങ്ങനത്തെ ക്യാരക്ടറാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഓരോ ക്യാരക്ടറിനനുസരിച്ചിട്ട് നമ്മൾ അത് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോയാൽ മതിയോ. ഇനി അങ്ങനെ എളുപ്പമാണോന്ന് എനിക്കറിയില്ല. ആരും ചെയ്യാൻ ആശിക്കുന്ന കൊതിക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് ശ്രിൻഡയ്ക്ക് ഇതിനകം ലഭിച്ചത്. സിനിമയിലേക്ക് വരാൻ വല്ലാതെ വൈകിപ്പോയി എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ കറക്റ്റ് ടൈമിലാണ് വന്നിരിക്കുന്നത്. കാരണം ഇനിയിപ്പം ഒരുപക്ഷെ എൻ്റെ കല്യാണം കഴിഞ്ഞില്ല, എനിക്ക് മോനുണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഇനി സിനിമ ചെയ്ത് ഇനിയിപ്പോൾ കല്യാണം കഴിയണം, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് ആവും.
അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു എല്ലാം കഴിഞ്ഞെല്ലാം ഓക്കെ സെറ്റിൽഡ് ആയതിനു ശേഷമാണ് ഞാൻ സിനിമയിൽ വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ അനുഭവങ്ങളും നമ്മളുടെ ആക്ടിങ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അനുഭവങ്ങൾ കൂടുമ്പോഴല്ലേ യാഥാർത്ഥ്യത്തിൽ ശരിക്കും കൂടുതൽ നല്ലൊരു ആക്ടർ ആവാൻ നമുക്ക് സാധിക്കുക. അപ്പം അനുഭവങ്ങൾ ഉണ്ടാവുന്നത് ഒരുപക്ഷെ ഒരു സ്ത്രീ ഒരു അമ്മയായതിനു ശേഷവും വിവാഹത്തിന് ശേഷവും ഒക്കെയാണ് നമ്മൾക്ക് ഒരു പൂർണ്ണത ലഭിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കറക്റ്റ് ടൈമിലാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ഫിലോസഫിയാണ്. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ സിനിമ വളരെ തിരക്കുള്ള മേഖലയാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അവിടെ വലിയ പ്രസക്തിയും പ്രാധാന്യവും ഒന്നുമില്ല. അവർ നിശ്ചയിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എത്തുകയും കഥാപാത്രമായി മാറുകയും ഒക്കെ വേണം. ബിസിനസ്സുകാരനായ ഭർത്താവ്, മകൻ 6 വയസ്സ്, അവൻ്റെ പഠനം, വീട്ടിലെ ജോലി തിരക്കുകൾ, ഇതൊക്കെയായിട്ട് എങ്ങനെയാണ് സിനിമയിൽ സജീവമാകാൻ സാധിക്കുന്നത്? ഞാൻ സിനിമ ചെയ്യുമ്പം ഒരു സിനിമ ചെയ്തിട്ട് ഞാൻ ഒരുപാട് അടുപ്പിച്ചടുപ്പിച്ച് ഞാൻ സിനിമകൾ ചെയ്യുന്നില്ല. ഒരു പക്ഷേ റിലീസ് വരുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ടെങ്കിലും ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് സിനിമകൾ ചെയ്യുന്ന ഒരാളല്ല. ഞാനൊരു സിനിമ ചെയ്ത് ഒരു ഗ്യാപ്പ് എന്തായാലും മിനിമം ഒരു 1 മന്തെങ്കിലും ഞാൻ വീട്ടിലുണ്ടാവും. ആ സമയത്ത് ഞാനായിരിക്കും എൻ്റെ മോനെ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നതും വിളിക്കാൻ പോകുന്നതും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ എൻ്റെ ഭാഗ്യവശാൽ കൂടുതൽ സിനിമയും എറണാകുളം ഭാഗങ്ങളിലാണ് ഷൂട്ട് നടക്കുന്നതായതുകൊണ്ട് കുറച്ചുകൂടി ഈസിയാണ് എനിക്ക് കാര്യങ്ങൾ. പിന്നെ അഷാബാണെങ്കിലും എൻ്റെ മോൻ മുന്നേ ആണെങ്കിലും അവരൊക്കെ ഒരു എന്താ പറയുക ഭയങ്കര ഇത്ര കുഞ്ഞിലെ തന്നെ അവൻ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് കാര്യത്തിൽ. കാരണം എനിക്ക് സിനിമയെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു IT ഫേമിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് എൻ്റെ മോൻ ഒരു 3 മാസം 4 മാസം പ്രായമായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ മോനെ മിസ് ചെയ്യുന്നത് എല്ലാ ദിവസവും നമുക്ക് സ്ട്രെച്ച് ചെയ്യണം, വർക്ക് ഹെക്ടിക്കാണ്. ആ സമയത്ത് മിസ് ചെയ്യുന്ന പോലെ എനിക്ക് സിനിമയിൽ വർക്ക് ഇല്ലെങ്കിൽ എനിക്ക് വീട്ടിലിരിക്കാം. എനിക്കൊന്ന് കുറച്ചും കൂടി ഈസി സിനിമയിൽ സിനിമയിൽ നമ്മുടെ പാഷനും അഭിനയിക്കുന്നതാണ് കുറച്ചും കൂടി എന്താണ് ഫാമിലിയെ മിസ് ചെയ്യാത്ത രീതി നല്ലതെന്ന് തോന്നുന്നു. നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മതിയാവും. എന്ന് വെച്ചാൽ ബാലൻസ് ചെയ്ത് പോയാൽ ഓക്കെ ആയിരിക്കും. സ്ക്രീനിൽ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ക്യാരക്ടർ എന്താണ് എന്നൊന്നും പറയാനുള്ളൊരു സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. എങ്കിൽ പോലും ഏത് രീതിയിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനാണ് കൂടുതൽ മാനസികമായ ഒരു താല്പര്യം? ഇല്ല, എനിക്ക് സ്ക്രീനിൽ ഇന്ന ക്യാരക്ടർ ചെയ്യണം എന്നൊന്നും അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കിട്ടുന്ന ക്യാരക്ടർ നന്നായി ചെയ്യാൻ കഴിഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ ഒരു ആഗ്രഹം. അതിൻ്റെ അപ്പുറം ഭയങ്കര ഇല്ല. പ്രതീക്ഷയോട് ചെയ്യുന്ന ക്യാരക്ടർ നന്നായി വരണമെന്ന്. പക്ഷെ ഇന്ന ക്യാരക്ടർ ചെയ്യണം അതായിരിക്കണം എൻ്റെ അങ്ങനെയൊന്നുമില്ല. എന്നാലും കൂടുതൽ വെച്ച് ഞാൻ പറയാം എനിക്കൊരു ഗുണ്ടായിട്ട് അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇല്ല, അത് ചുമ്മാ തമാശ പറഞ്ഞത്. എനിക്കങ്ങനെ ഞാൻ ചുമ്മാ പറഞ്ഞ അല്ല, അതും ഒരു ഇഷ്ടമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി എങ്ങനെ ഉണ്ടാവും. കാരണം എൻ്റെ ഒരു സൈസ് വെച്ചൊന്നും ആൾക്കാർക്കും ചിന്തിക്കാൻ പറ്റില്ലല്ലോ ഒരു ഗുണ്ടായിട്ട് തന്നെ ഒരു സ്ക്രീനിൽ. പക്ഷെ അത് ഓവർകം ചെയ്യല്ലേ ഒരു ആക്ടറിന് ഏറ്റവും പരിമിതികൾ അതിജീവിക്കുക എന്നുള്ളത്. എന്തായാലും സുന്ദ പറഞ്ഞതുപോലെ വൈകിട്ടല്ല, ശരിയായ സമയത്ത് തന്നെയാണ് സിനിമയിലേക്ക് വന്നത്. ഈ കടന്നുവരവിന് ആരോടാണ് കടപ്പാട്? എൻ്റെ ഭർത്താവിനോടും എൻ്റെ മോനോടും എൻ്റെ ഫാമിലിയോടൊക്കെയാണ്. കാരണം കല്യാണത്തിന് മുമ്പായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും എനിക്ക് സിനിമയിൽ വരാൻ ചാൻസ് ഇല്ല, ലെസ് ചാൻസ് ആണ്. കാരണം അങ്ങനെ എന്തായാലും എന്നെ വിടില്ലായിരുന്നു. പക്ഷേ എൻ്റെ പാഷൻ ഫോളോ ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡും അതിന് ശേഷം എൻ്റെ മോൻ ഉണ്ടായതിന് ശേഷമാണ് ഞാൻ സിനിമയിൽ വരുന്നത് തന്നെ. അപ്പോൾ ആ സമയത്ത് എന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എന്നെ മൈൻഡ് സെറ്റാക്കി വിട്ടത് എൻ്റെ മോനും എൻ്റെ ഹസ്ബൻഡും ഇപ്പോൾ എൻ്റെ പാരൻസും എൻ്റെ സഹോദരങ്ങളും എല്ലാവരും ഉണ്ട്. എൻ്റെ ഹോൾ ഫാമിലി എൻ്റെ ബിഗ് സപ്പോർട്ടാണ്. അവരോട് തന്നെയാണ് എനിക്ക് എൻ്റെ ഏറ്റവും പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് ആഷിഖ് സാറിനോടാണ്. കാരണം എന്നിലൊരു ആക്ടറിനൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി എന്നെ മോൾഡ് ചെയ്ത്, അതായത് എനിക്കൊരു ധൈര്യം അഭിനയിക്കാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായത് ശരിക്കും 22 ഫീമെയിൽ കോട്ടയം എന്ന് പറഞ്ഞ സിനിമ ചെയ്തതിന് ശേഷമാണ്. 1983 2014 ആദ്യ ഹിറ്റാണ്. ഇനി ശ്രിന്ദയുടെ റാസ്പുട്ടിൻ പുറത്തു വരാനിരിക്കുന്നു. എന്തൊക്കെയാണ് ന്യൂ പ്രൊജക്ട്സ് വരാനുള്ളത്? 21 ഹാപ്പി ജേണി ഉണ്ട്. അത് ബ്ലൈൻഡ് ക്രിക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ 27 റാസ്പുട്ടൻ, മാർച്ച് 7 തോന്നുന്നു മസാല റിപ്പബ്ലിക് റിലീസ് ഉണ്ട്. പിന്നെ സോപാനം, പിന്നെ ഒരു തമിഴ് മൂവി ചെയ്തിട്ടുണ്ട്. ഇത്ര റിലീസിനുണ്ട്. നിരവധി അവസരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട്. കൂടുതൽ സജീവമാകാൻ തന്നെയാണ് തീരുമാനം, അല്ലെ? നല്ല അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് അന്യഭാഷാ ചിത്രങ്ങളിൽ നിന്നായാൽ പോലും അത് സ്വീകരിക്കുമോ?
ചെയ്യാനുള്ളൊരു നമുക്ക് തോന്നണം ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. ഇങ്ങനെ ഫുൾ ടൈം സിനിമ അല്ല, ഇടക്ക് ഗ്യാപ്പ് വീട്ടിൽ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ സിനിമ ചെയ്യുക, എന്നാലേ മൈൻഡ് ഒന്ന് സെറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ഫാമിലി മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഭയങ്കര ഒരു കുറ്റബോധമായിരിക്കും. വീട്ടിൽ നിന്ന് ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ വിട്ടു പോകുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു ഗിൽറ്റി വരും. മോൻ്റെ മുഖം കാണുമ്പോഴൊക്കെ അവനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പയ്യെ ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. എന്തായാലും വീട്ടിൽ നല്ല വീട്ടമ്മയും സ്ക്രീനിൽ നല്ല നടിയുമായി മുന്നേറട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. വളരെയധികം നന്ദി. ഗുഡ് മോർണിംഗ് കേരളത്തിൽ. താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷം. വീണ്ടും വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.